എന്റെയും നിങ്ങളുടെയും ആയുസ് വെച്ചുകൂട്ട്. ചിന്താശകലങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ തത്വങ്ങൾ പകർന്നു തന്ന വിദ്വാനും സർവകലാവല്ലഭനുമായ അലി റളിയല്ലാഹു അൻഹു മനുഷ്യന്റെ ആയുസ്സിനെ വിഹിതം വെച്ച ഒരു ചെറിയ പദ്യം ചൊല്ല. ഇദാ ആശൽ ഫതാ സിത്തീന ആമാ ഫനിസ്ഫുൽ ഉംരി തംഹഖുൽ ലയാലി. അലിയാരുടെ ദീവാൻ, മഹാനുടെ ദീവാനിലുള്ള ചിന്താശകലങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കവിതയാണ്. 60 വയസ്സൊരാൾ മനസ്സ് ജീവിക്കുമ്പോ ഈ 60 വയസ്സ് ജീവിക്കുന്ന മനുഷ്യന് ഫനിസ്ഫുൽ ഉംരി തംഹഖുൽ ലയാലി, പകുതി ഭാഗം രാത്രിയായി പോയില്ലേ, കിടന്നുറങ്ങിക്കഴിഞ്ഞില്ലേ. 60 വയസ്സ് ജീവിക്കുന്ന ഒരു വയസ്സൻ 60-70 ഈ ഉമ്മത്തിന്റെ പ്രായം. 60 വയസ്സ് ജീവിച്ച ആൾക്ക് പകുതി രാത്രിയായി കിടന്നുറങ്ങിപ്പോയില്ലേ. കിടന്നുറങ്ങാത്ത സമയം പിന്നെ പകല് 30 കൊല്ലേ കിട്ടുള്ളൂ. ആ 30 കൊല്ലത്തിൽ ആ 30 കൊല്ലത്തിന്റെ പകുതി 15 കൊല്ലം കുട്ടിക്കാലമല്ലേ. ആയുസ്സിലെ 60 വയസ്സിൽ നിന്ന് 15 കൊല്ലം കുട്ടിക്കാലമല്ലേ. കുട്ടിക്കാലം നിയമം ബാധകമല്ലാത്ത കാലം, പൊന്തം വിട്ട് നടക്കുന്ന കാലം, തെക്ക് വടക്ക് നടക്കുന്ന കാലം, വലത്തോട്ടും ഇടത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിയിട്ട് കാര്യബോധമില്ലാതെ പ്രവൃത്തിക്ഷമമല്ലാതെ കുറ്റവും തെറ്റും എന്തെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആ 15 വിടെ 30 15 45 വസുലുസുൻ നിസ്ഫി ആമാലും വഹിറുസു വശുഗലും ബിൽ മകാസിബി വൽ ഇയാലി. 30ന്റെ 3 ഭാഗം 10 കൊല്ലം. ആ 30 30 15 45 കഴിഞ്ഞാൽ ഒരു 10 കൊല്ലാണ് വാസ്തവത്തിൽ മനുഷ്യൻ അധ്വാനിക്കാൻ. പകല് കൂട്ടിയാൽ അത് രാത്രിയും കൂടി കൂട്ടിയാൽ 20 ആകും. 20 കൊല്ലത്തിലപ്പുറം ഒരു മനുഷ്യൻ അധ്വാനിക്കുവോ? അത്രന്നല്ലേ അധ്വാനിക്കുന്നുള്ളൂ മനുഷ്യൻ. 10-15 വയസ്സ് വരെ കുട്ടിയാ, ബാലവേല പറ്റൂല. കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ചത് കുറ്റകര. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പോലും കുറ്റകരമാണ്. 15 വയസ്സ് കഴിഞ്ഞാലും പറ്റൂല. 25 വയസ്സും 18 ആവണം അധ്വാനിക്കാൻ. പോകട്ടെ, ശറഈന്റെ പ്രായപൂർത്തിന്റെ 15 കഴിഞ്ഞിട്ട് പിന്നെ ഒരു മനുഷ്യൻ 10-20 കൊല്ലൊക്കെല്ലേ അധ്വാനിക്കുള്ളൂ. ആ അധ്വാനിക്കുന്ന 20 കൊല്ലത്തേത് ഒരു 10 കൊല്ലം രാത്രിയുടെ 10 കൂട്ടിയാൽ ആ 10 കൊല്ലം മതിയല്ലോ. 30ൽ നിന്നുള്ള 10 മതി. 45ഉം 10ഉം 55. 60 വയസ്സിന് ഇനി 5 കൊല്ലേ ഉള്ളൂ. 65 വയസ്സാൽ അത്രയുമായി, 70 അത്രയുമായി, 75 അത്രയുമായിക്കോ. ഒരേ ചരടിൽ കോർക്കാവ ബാക്കിൽ ഉംരി അസ്കാമും വശൈബു വഹമ്മും ബിർതിഹാലിം വന്തിഖാലി. 55 വയസ്സ് കഴിഞ്ഞിട്ട് പെൻഷൻ പ്രായമാണ്. പെൻഷൻ പ്രായം നമ്മളെ നാട്ടിലെ കേരള സർക്കാരിന്റെ പെൻഷൻ ഇത് ഉയർത്താൻ പെൻഷൻകാർ സമരം ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ 55 ശരാശരിയിൽ എങ്ങനെയാ? ഇനി പെൻഷൻ ആയില്ലെങ്കിലും പെൻഷനാകും. കാരണം അവിടെ നിന്നങ്ങോട്ടുള്ള 5 കൊല്ലം അസ്ഖാമും വശൈബു, നിരയാൻ, പ്രമേഹമാണ്, മറ്റെന്താ കൊളസ്ട്രോൾ, മറ്റേ കോൾ, മറ്റേ കീൾ, മറ്റേ കൂൾ, എന്തൊക്കെ പേരുണ്ടോ അതൊക്കെ വരും. ഈ രോഗങ്ങളും ഇത്തരത്തിലുള്ള ഭാഗങ്ങളുമായി പോകുന്നു. വഹമ്മും ബിർതിഹാലിം വന്തിഖാലി, പിന്നെ പോകാനുള്ള കാലമായി. നിരയിലേക്ക് തടവലായി, കണ്ണാടിയിൽ നോക്കി പേർക്കലായി. പിന്നീട് അവന് ജീവിതത്തിലുണ്ട്, എൻ്റെ കുട്ടികൾക്ക് എന്തുണ്ട്, അവശേഷിച്ച് നിൽക്കുന്ന എന്തുണ്ട്, എങ്ങനെ അപ്പൻ്റെ പോക്ക്, കടങ്ങൾ ഒട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്ന കാലമാണ്. ഇതാണ് മനുഷ്യന്റെ പ്രായത്തിലെ 60 വയസ്സിന്റെ നിലയെങ്കിൽ ഈ 60 വയസ്സിൽ നിന്ന് 30 കൊല്ലം ഉറങ്ങിക്കളയുന്ന, ശരിയല്ലേ ഇത്? നമ്മൾ ഇശാമാരുമിൻ്റെ ഇടയിൽ 1 മണിക്കൂർ അവിടെ കൂട്ടിക്കൊള്ളി. അതങ്ങ് കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ ഗാഠനിദ്രയിലാണ്, ഉറക്കത്തിലാണ്. അപ്പൊ രാത്രി പ്രവർത്തനക്ഷമമല്ല, പ്രവർത്തന നിരതമല്ല. 30 കൊല്ലത്തിൽ കുട്ടിക്കാലം കഴിഞ്ഞാൽ, അധ്വാനം കഴിഞ്ഞാൽ, ബുദ്ധിമുട്ട് മക്കൾക്ക് വേണ്ടിയുള്ള തൊഴിലെടുക്കൽ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കാൻ എവിടെയാണ് നാം? അള്ളാഹ്ക്ക് വേണ്ടി ജോലിയെടുക്കാൻ എവിടെയുണ്ട് സമയം? ഉള്ള ഈ കുറഞ്ഞ സമയത്തിലാണെങ്കിൽ നമ്മുടെ ശഹ്വത്ത്. സുയ്യന ലിന്നാസു ഹുബ്ബു ശഹവാതി മിനൻ നിസാ വൽ ബനീൻ വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ. മക്കൾ തന്നെ ജീവനായി നിൽക്കുന്ന കൂട്ടർ, പെണ്ണോ പെണ്ണ് എന്നെഴുതി ജീവൻ കളയുന്ന കൂട്ടർ, കാലേളോ കാലേള്, പോത്തേളോ പോത്തേള് എന്നെഴുതി പൂട്ടാൻ നടക്കുന്ന കൂട്ടർ,
കൃഷി നിരുതി നടക്കുന്ന കൂട്ടർ, സ്വർണോ പണ്ടോ ജ്വല്ലറിയോ കെട്ടോ നിരുതി നടക്കുന്ന കൂട്ടർ, കച്ചവടോ നിരുതി നടക്കുന്ന കൂട്ടർ, ഏത് ശഹുവത്തിന്റെ ഇനം എടുത്തോ ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ, അതിന്റെ യഥാർത്ഥ തലം, അടിസ്ഥാന തലം ദുനിയാവിന്റെ വിഭവമാണ്. ദുനിയാവിന്റെ വിഭവം വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. നല്ല മടക്ക സ്ഥലം വേണോ, ശുദ്ധ കേന്ദ്രം വേണോ, സുന്ദരവാസം വേണോ, അള്ളാന്റെ അടുക്കലാ. അത് ദുനിയാവിൽ കിട്ടൂല.